ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 2017 ജനുവരി 7 നടന്ന ലാബ് അറ്റൻഡർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്നത്തെ ടോപ്പിക്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്ത്? വ്യാവസായിക വികസനം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആര്? ലൂയി 14. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. 2016 ഒളിമ്പിക്സ് ഏത് രാജ്യത്താണ് നടന്നത്? ബ്രസീൽ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിളിച്ചത് ആര്? വൈകുണ്ഠസ്വാമി. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം? 2015 ജനുവരി 1. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസം? ഫെബ്രുവരി 2. അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി? മ്യൂണിച്ച് ഉടമ്പടി. പെരിനാട്ടു ലഹള നടന്ന വർഷം? 1915. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി? KR നാരായണൻ. നികുതി ഇതര വരുമാനത്തിന് ഉദാഹരണം? പിഴ. ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ? AK ഗോപാലൻ. ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അവസരം? 352 വകുപ്പ്. ഭരണഘടന പ്രകാരം ലോകസഭയിലെ പരമാവധി അംഗസംഖ്യ എത്ര? 550. ലോകസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് ആര്? പ്രതിപക്ഷം. കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന പുഴ? കുറ്റ്യാടിപ്പുഴ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? 1741. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? മീററ്റ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം? പ്ലാസി യുദ്ധം. ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? 2013. ഇന്ത്യയിൽ രാജ്യസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം? 30 വയസ്സ്. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? മഹാനദി. ചുവന്ന നദിയുടെ നാട്? ആസാം. കൃഷ്ണ നദിക്ക് കുറുകെ ഉള്ള അണക്കെട്ട്? നാഗാർജുന സാഗർ. പഞ്ചനദിയുടെ നാട്? പഞ്ചാബ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത്? ആമുഖം. അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം? 2010. മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചു പറഞ്ഞു? ചട്ടമ്പി സ്വാമികൾ. പെരിനാട്ടു ലഹള എന്നറിയപ്പെടുന്ന സമരം? കല്ലുമാല സമരം. സാക്ഷം പദ്ധതി ആരംഭിച്ച വർഷം? 2014. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം? 1998. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? 2010 ഏപ്രിൽ 1. കുമ്മായത്തിന്റെ ശാസ്ത്രനാമം? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. സിലിക്കോണിന്റെ അറ്റോമിക നമ്പർ? 14. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ടാർട്ടാറിക് ആസിഡ്. ബിസ്മില്ലാ ഖാൻ ഏത് വാദ്യോപകരണത്തിൽ പ്രസിദ്ധനാണ്? ഷെഹ്നായി. ആദ്യത്തെ തുള്ളൽ കൃതി? കല്യാണ സൗഗന്ധികം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത? PT ഉഷ. ഒളിമ്പിക്സ് പതാകയുടെ നിറം? വെള്ള. ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം? 11. ചാലക്കുടി പുഴ പതിക്കുന്ന കായൽ? കൊടുങ്ങല്ലൂർ കായൽ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം? കാനഡ. കേരള സ്റ്റേറ്റ് IT മിഷന്റെ ചെയർമാൻ? മുഖ്യമന്ത്രി. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? സെറിബ്രം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല? കണ്ണൂർ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം? ഓക്സിജൻ. ക്ലോണിങ്ങിന്റെ പിതാവ്? ഇയാൻ വീൽമുഡ്. പ്രസവിക്കുന്ന പാമ്പ്? അണലി. നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹി. വരിക വരിക സഹചരി എന്ന ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പു സത്യാഗ്രഹം. രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലം? വീർഭൂമി. ദേശീയ സ്പോർട്സ് ദിനം ആരുടെ ജന്മദിനമാണ്? ധ്യാൻ ചന്ദ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? നെഹ്റു. സർവകലാശാലയുടെ ചാൻസലർ? ഗവർണർ. ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലുൽപാദനം.
നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി. 3 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 3⁵ ഈക്വൽ ടു 1. 8, 14, 20 എന്ന ശ്രേണിയിലെ 50-ാമത്തെ പദം ഏത്? പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുല nth പദം ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു d. ഇവിടെ a ആദ്യത്തെ പദമാണ്, a ഈക്വൽ ടു 8. n എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്? അതാണ് n ഈക്വൽ ടു 50. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് d ഈക്വൽ ടു 6. നീലയും വെള്ളയും ചായങ്ങൾ 5:3 എന്ന അംശബന്ധത്തിൽ കലർത്തി 40 ലിറ്റർ ചായക്കൂട്ടുണ്ടാക്കുന്നു. ഇതിനായി എത്ര ലിറ്റർ വെള്ളച്ചായം വേണം? ഉത്തരം 15. ഇവിടെ രണ്ട് ചായങ്ങളും കൂട്ടുമ്പോൾ കിട്ടുന്നത് 5 + 3 = 8. 1 യൂണിറ്റ് ചായം 40 / 8 = 5. വെള്ള ചായത്തിൻ്റെ അംശബന്ധം 3 ആണ്. 5 × 3 = 15. 0.25 + 1/2 + 2.5 + 3/4 = 4. ഒരാൾ 10,000 രൂപ 4% നിരക്കിൽ വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എമൗണ്ട് ഇൻറ്റു വർഷം ഇൻറ്റു പലിശ. ഇവിടെ 2 വർഷത്തേക്ക് കൂട്ടുപലിശയാണ് കണക്കാക്കുന്നത്. 1-ാം വർഷത്തെ പലിശ 10,000 ഇൻറ്റു 4/100 ഇൻറ്റു 1. 4/100 4 പലിശയാണ്. 400 രൂപ കിട്ടി. അടുത്ത വർഷം ആകുമ്പോൾ 10,000 + 400 10,400 രൂപയ്ക്കാണ് പലിശ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2-ാം വർഷത്തെ പലിശ 10,400 ഇൻറ്റു 4/100 = 416. 2 വർഷത്തെ പലിശ 816. ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ പ്രതിഫലിച്ചു കണ്ടപ്പോൾ 8:30 ആണ്. എന്നാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര? ഉത്തരം 3:30. 2016 ഫെബ്രുവരി 14 ഞായറാഴ്ചയാണെങ്കിൽ 2017 ഫെബ്രുവരി 14 എന്താഴ്ചയാണ്? ഉത്തരം ചൊവ്വ. ഒരു ക്ലോക്കിലെ സമയം 9:10 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 145 ഡിഗ്രി. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കണം. മനസ്സിലാകുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ കിഴക്കോട്ട് കുറച്ചു ദൂരം നടന്ന ശേഷം വലത്തേക്ക് തിരിഞ്ഞു നടക്കുന്നു. ഇപ്പോൾ അയാൾ ഏത് ദിക്കിലേക്കാണ് നടക്കുന്നത്? ഉത്തരം തെക്ക്. ഒറ്റയാനെ കണ്ടെത്തുക. 17, 27, 37, 47. ഒറ്റപ്പെട്ട നമ്പർ 27 ആണ്. ബാക്കി എല്ലാ നമ്പേഴ്സും പ്രൈം നമ്പറാണ്. 27 പ്രൈം നമ്പർ അല്ല. ചതുരപ്പെട്ടിയുടെ നീളം, വീതി എന്നിവ 10 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ എന്നിവയാണ്. ഇതിൽ 2 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര സമചതുര കട്ടകൾ അടുക്കി വയ്ക്കാം? 120. 2,500 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 6% നഷ്ടത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര? ഉത്തരം 2,350. ഒരു ഓഫീസിലെ 20 പേരുടെ ശരാശരി വയസ്സ് 38. പുതിയതായി ഒരാൾ വന്നു ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 35 ആയെങ്കിൽ അയാളുടെ വയസ്സ് എത്ര? ഉത്തരം 25. ഒരു കാർ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. 2 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി.
തിരിച്ചു അതേ ദൂരം 2.5 മണിക്കൂർ കൊണ്ട് പിന്നിട്ടു എങ്കിൽ തിരിച്ചു വരുമ്പോൾ കാറിൻ്റെ വേഗത എത്ര? ഉത്തരം 40. ശരിയായ ഗണിത ചിഹ്നങ്ങൾ ചേർത്ത് പൂരിപ്പിക്കുക. 2 - 2 = 0. 0യെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഉത്തരം 1 ആയിരിക്കും. ഒരു നിരയിൽ ഇടത്തുനിന്ന് മൂന്നാമതാണ് മാത്യു, വലത്തുനിന്നും മൂന്നാമതാണ് സുബിൻ. ഇവർക്കിടയിൽ 5 പേരുണ്ട് എങ്കിൽ ഇടത്തുനിന്നും എത്രാമതാണ് സുബിൻ? 9. ACF, CFJ, EIN ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഈ പദങ്ങൾ ശ്രദ്ധിക്കുക. 3 പദങ്ങളിലെയും ആദ്യത്തെ ലെറ്റർ A, C, E. A കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്ററാണ് C, C കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്ററാണ് E. രണ്ടാമത്തെ ലെറ്റേഴ്സ് നോക്കാം. C കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്ററാണ് F, F കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്ററാണ് I. ഇനി മൂന്നാമത്തെ ലെറ്റർ നോക്കുക. F കഴിഞ്ഞ് നാലാമത്തെ ലെറ്ററാണ് J, J കഴിഞ്ഞ് നാലാമത്തെ ലെറ്ററാണ് N. GLR 4875 909 കൂട്ടുമ്പോൾ 5784 കിട്ടും. 2784 = 3693 എങ്കിൽ 5312 എത്ര? 909 കൂട്ടുക. രാമുവിൻ്റെ മകനാണ് അഖിൽ. അഖിലിൻ്റെ സഹോദരൻ്റെ മകനാണ് ആദർശ്. രാമുവിൻ്റെ ആരാണ് ആദർശ്? ഉത്തരം പേരക്കുട്ടി. ഡാഷ് the rain stopped, the play had to be suspended. ഉത്തരം until. Choose the correct antonym of freedom. ഉത്തരം restriction. Dash goes before a fall. Answer pride. Devanarayan asked the boy. Answer what he was doing. Choose the correct meaning of the foreign word vis-a-vis. Answer face to face. He has been working here since 1990. The study of the origin and history of words, etymology. The agitation by the workers for higher wages has died down. Are you afraid of snakes? I'm late, aren't I? Please come in is imperative sentence. I saw a one-eyed man. If you invited me, I would come. I met him 7 years ago. This car belongs to my brother. I will give you my telephone number in case you need to contact me. One of my friends has passed the examination. Neither of them was invited to the party. Meaning of euthanasia, mercy killing. Thank you for watching my video. Subscribe my channel for